യുക്രൈന് ടോമഹോക്ക് നൽകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. ഇതോടുകൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള സെലൻസ്കി പറയുന്നത് പുടിൻ ഭയങ്കര ഭീകരനാണ്, വമ്പൻ ഭീകരനാണ്, ഹമാസിനേക്കാൾ വെല്ലുന്ന ഭീകരനാണ് എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമാണ്. എന്താണ് ഈ രാജ്യത്തിന്റെ ഭാവി എന്നറിയാത്ത ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു സഹായം നൽകണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുന്നു. അമേരിക്ക ആദ്യം ശരിയെന്നൊക്കെ പറയുന്നു. അവസാനമാകുമ്പോൾ അമേരിക്ക നൈസായിട്ട് കാല് മാറുന്നു. അപ്പോൾ പിന്നെ ഭ്രാന്ത് പിടിക്കുകയല്ലാണ്ട് മറ്റൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ സെലൻസ്കിയെ വിറളി പിടിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വസ്തുതകൾ കൂടി ഉണ്ടോ മാഷേ? നമ്മൾ സെലൻസ്കിയെ വിലയിരുത്തുമ്പോൾ സെലൻസ്കി ഒരു രാഷ്ട്രീയ നേതാവല്ല. ഒരു രാഷ്ട്രീയ നേതാവല്ല എന്ന് മാത്രമല്ല, രാഷ്ട്രതന്ത്രജ്ഞനുമല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നടനായിരുന്നു ഹാസ്യ എന്നുള്ളതാണ്. നടനായിരുന്നു. അതാണ് പ്രശ്നം. ഹാസ്യ നടനും കൂടിയാണ്. ഹാസ്യ നടനൊക്കെ നല്ല ഒരുപാട് വശങ്ങളുണ്ട്, മാനവികമായ കാര്യങ്ങൾ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത് ആ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം അദ്ദേഹത്തിനുണ്ടാവേണ്ടത് രാഷ്ട്രതന്ത്രജ്ഞൻ്റേതാണ്. ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുമ്പോൾ ഈ സെലിൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ്റെ നേതാവ് പാശ്ചാത്യ ശക്തികളുടെ, നാറ്റോ ശക്തികളുടെ ഒരു കളിപ്പാവയായിട്ട് മാത്രം മാറിത്തീരണേ. അദ്ദേഹത്തിന് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ആവശ്യമായ പടക്കോപ്പുകളില്ല. അതുകൊണ്ട് ആ യുദ്ധത്തിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ്. പിന്നെ യുദ്ധം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പടക്കോപ്പുകൾ നാറ്റോവും അതേപോലെ തന്നെ അമേരിക്കയുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പാശ്ചാത്യ ശക്തികൾ കൊടുത്തുകൊണ്ട്. അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചില പടക്കങ്ങൾ പൊട്ടിക്കാറുമുണ്ട്. അത് റഷ്യയെ അമ്പരപ്പിക്കുന്നതും ആണ് എന്ന് നമ്മൾ പല ചർച്ചകളിലൊക്കെ വായിച്ച. പക്ഷെ അതുകൊണ്ടൊന്നും യുദ്ധം വിജയിക്കാൻ കഴിയില്ല. കാരണം ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ. സെലിൻസ്കി ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടാമത്തെ സൈനിക ശക്തിയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ പുടിൻ എന്ന് പറയുന്നവൻ ഹമാസിനേക്കാൾ ഭീകരനാണ്, ഭീകരവാദിയാണ്. അയാളുടെ അടുക്ക് നടത്തേണ്ട സമ്മർദ്ദം എന്ന് പറയുന്നത് ഹമാസിനെതിരെ നടത്തിയ സമ്മർദ്ദം മൂലമൊന്നും പറ്റില്ല. അതിനേക്കാൾ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ആവശ്യമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ദീർഘദൂര മിസൈലാണ് ടോമഹോക്ക്. അത് വേണം എന്നാണ് സെലിൻസ്കി ആവശ്യപ്പെട്ടത്. പക്ഷേ ട്രംപിനറിയാം ഇത് വെറുതെ ആളുടെ കയ്യിൽ കൊടുക്കാനുള്ള സാധനമല്ല, അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മാരകമാണ്, വലിയ കുഴപ്പങ്ങൾ അതുണ്ടാക്കും. ആ കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് ട്രംപ് തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് നാളായിട്ട് ഇപ്പം അദ്ദേഹം പറയുന്നത്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, ലോകത്തിന് സമാധാനം കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഒരു യുദ്ധം ഉണ്ടായിരുന്നത് ഇപ്പോൾ 7 യുദ്ധത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതെ, യുദ്ധം ഉണ്ടാക്കുന്നതും യുദ്ധം ഇല്ലാതാക്കുന്നതും ട്രംപ് തന്നെയാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെലിൻസ്കിയോട് നിനക്ക് ഇത് തരില്ല, നീ ഇതിൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് സെലിൻസ്കി ഭ്രാന്ത് പിടിച്ചത്. അതെ, പുടിൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ട്രംപിൻ്റെ അടുത്ത്, അതെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് പുടിൻ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ട്രംപ് ഇത് പറയുന്നത്. അപ്പൊ സ്വാഭാവികമല്ലേ സെലൻസ്കിക്ക് വിറളി പിടിക്കുക എന്ന് പറയുന്നത്? അല്ല, പുടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുടിൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ, ഈ പഴയ സോവിയറ്റ് റഷ്യയുടെ ആയുധങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതെ, ന്യൂക്ലിയർ വെപ്പൺസ് ധാരാളമുണ്ട്. ഈ പുടിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് ഉക്രൈൻ പോകും എന്ന് കണ്ടാൽ പുടിൻ ഇതേപോലെ ഭ്രാന്തമായിട്ടുള്ള ആയുധ പ്രയോഗങ്ങൾക്ക് സാധ്യത തുറക്കും. അത് ട്രംപിനും അറിയാം. അതുകൊണ്ടാണ് ട്രംപിനോട് പറഞ്ഞത്, ഈ ദീർഘദൂര മിസൈൽ നിങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഊരറിയെന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഭീഷണി തിരിച്ചറിയുന്ന ഒരാളാണ് ട്രംപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ട്രംപും പുടിനും തമ്മിലുള്ള സംഭാഷണം
അടുത്തിടെ നടക്കാനിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഹംഗറിയിലെ ബുഡാപെസ്റ്റില് ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പൊ സെലൻസ്കി പറയുന്നുണ്ട് ഞാനും കൂടെ വരാം, ഉം. ഞാൻ പുടിനോട് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു ചർച്ചയിൽ മാഷ സംസാരിച്ച ഓർമ്മയുണ്ടാവും. ആ, നടപടിയായില്ല. അതായത് യുക്രൈന്റെ ഇത്ര പ്രവിശ്യകൾ വിട്ടുകൊടുക്കണമെന്ന് 5ഓളം പ്രവിശ്യകളാണ്. ക്രിമിയ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. ഉം. 5ഓളം പ്രവിശ്യ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഇപ്പോൾ റഷ്യ പറ്റില്ല എന്ന് പറഞ്ഞു. പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊന്നും തിരിച്ചു കൊടുക്കൂല. തിരിച്ചു കൊടുക്കൂല. ആ, അപ്പൊ അതിന്റെ കൂടെ ബാക്കി പ്രവിശ്യകൾ ഡൊണസ്ക് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് വിട്ടുകൊടുക്കാനോട്ട് താല്പര്യമില്ല. അപ്പൊ തന്നെ ചീറ്റിപ്പോയതാണ് ആ സംസാരം എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും കൂടെ ഹംഗറിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറെ എങ്ങോലും ഹംഗറി തിരഞ്ഞെടുത്ത് അവിടെ ചർച്ച നടത്താമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് ഞാൻ കൂടി വരാം. സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് സെലൻസ്കി പോകുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ? ഒരർത്ഥവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നെങ്കിൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നെങ്കിൽ ഇതിൻ്റെ അർത്ഥശൂന്യത അദ്ദേഹത്തിന് മനസ്സിലാവും. കാരണം ഇദ്ദേഹത്തിന് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. ട്രംപും അതേപോലെ പുടിനും കൂടി ഈ യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച യുദ്ധമില്ല. ഉം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ യുദ്ധം വേണ്ടെന്ന് അവർ തീരുമാനിച്ചാൽ യുദ്ധം നടത്താനായിട്ട് പിന്നെ സെലിൻസ്കിക്ക് കഴിയില്ല. കാരണം സെലിൻസ്കി യുദ്ധം നടത്താൻ ആയുധം കിട്ടണമെങ്കിൽ ട്രംപ് കൊടുക്കണം. അതെ. ട്രംപുമായി ബന്ധപ്പെട്ട ആളുകൾ ആയുധം കൊടുത്താൽ മാത്രമാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും എന്താണ് യുക്രൈന് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതി ട്രംപായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെടും. അപ്പം അതുകൊണ്ട് അയാളെന്തിനാ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്? അയാൾക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ പുടിനും അതേപോലെ തന്നെ ട്രംപും നടത്തുന്ന ചർച്ചയിൽ എന്ത് തീരുമാനം വരും? ആ തീരുമാനം നടപ്പിലാവും. ആ തീരുമാനം സമാധാനത്തിലേക്കുള്ളതാണെന്ന് വെച്ചാൽ സമാധാനം, അല്ല യുദ്ധം തുടരാണെങ്കിൽ യുദ്ധം തുടരട്ടെ എന്ന് തീരുമാനിക്കും. എന്തിലായാലും പ്രശ്നമില്ല. പക്ഷേ ട്രംപ് കുറച്ചു കാലമായിട്ട് വളരെ ശക്തമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനായി ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെ പോലും പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ ഈ കാര്യം പറഞ്ഞിട്ടല്ലേ, റഷ്യയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ 25% ചുങ്കം അടിക്കുന്നു, നിങ്ങൾ ആ എണ്ണ വാങ്ങിക്കൽ നിർത്തൂ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ലോകത്തോട് പറഞ്ഞതാണ്, ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കില്ല എന്ന് പറയേണ്ടത് ആരാണ്? ട്രംപാണ് പറയണത്. മോദി പറയണത് അത് ഇന്ത്യയെ പറയേണ്ടതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിൽ കയറി അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം. അത് ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്നതല്ല. ഇന്ത്യ എണ്ണ വാങ്ങിക്കണം വേണ്ടത് ഇന്ത്യ തീരുമാനിക്കും, ട്രംപ് തീരുമാനിക്കേണ്ട എന്നേ ഇന്ത്യക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ നമുക്കറിയാം ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ പോലും വരുതിയിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. അതിന് പറ്റുന്ന തരത്തിൽ സെലിൻസ്കി വഴങ്ങിയില്ലെങ്കിൽ അയാളെ ഒരു വികൃതിക്കുട്ടിയായിട്ട് കണക്കാക്കാനായിട്ടായിരിക്കും ട്രംപ് തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.